ഹായ് ഹലോ. ഹൃദയത്തിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം. ഇന്ന് രാവിലെ ഒരു പോസ്റ്ററിൽ കണ്ട ഒരു ക്യാപ്ഷനാണത്. അതിന് ആക്ച്വലി ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹൃദയത്തിന്റെ ടീം അതിനുശേഷം ചെയ്യുന്ന ഒരു പടം എന്ന നിലയിലും ഈ പടം ഭയങ്കര സോൾഫുൾ ആണ്. ഭയങ്കര ഒരു 2 ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു ട്രാവലാണ് ഈ പടം മുഴുവൻ പറയുന്നത്. ഞാൻ ബേസിക്കലി ഒരു വിനീത് ശ്രീനിവാസൻ എന്ന ഫിലിം മേക്കറുടെ ഒരു ഫാനാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ആണ് പുള്ളിയുടെ പടങ്ങൾ. പുള്ളിയുടെ പടങ്ങളൊക്കെ എല്ലാം തന്നെ ഡ്രാമയാണ് പറയുവാണെങ്കിൽ. കുറച്ച് ഡ്രാമ എലമെന്റ്സ് കൂടിയാണ് ഈ പുള്ളിയുടെ പടങ്ങൾ വരുന്നത്. പുള്ളിയുടെ വേ ഓഫ് ഫിലിം മേക്കിംഗ് അങ്ങനെയാണ്. പുള്ളിയുടെ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് അങ്ങനെയാണ്. തിര മാത്രമേ ഇത്തിരി മാറി ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് അത് ഇഷ്ടമാണ്. പുള്ളി ആക്ച്വലി ആൾക്കാരെ എങ്ങനെ ഹോൾഡ് ചെയ്യാമെന്നും ഇതിന് ഒരു മ്യൂസിക് അതിനെ വിഷ്വൽ കൊണ്ടും മ്യൂസിക് കൊണ്ടും എത്രത്തോളം അതിനെ എൻഹാൻസ് ചെയ്യാമെന്നും പുള്ളിക്കറിയാം. പുള്ളിക്കറിയാം പടം ചെയ്യാന്. അത് തന്നെയാണ് നമ്മൾ ഈ പടത്തിലും കാണുന്നത് ശരിക്കും പറഞ്ഞാല്. ഇത് ശരിക്കും പറഞ്ഞാല് 2 നായകന്മാരുടെ കഥയാണ്. ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ എന്ന 2 നടന്മാരുടെ കഥയാണ്. ഈ പടത്തിൽ നായികയ്ക്കല്ല പ്രാധാന്യം, ഇവർക്കാണ് പ്രാധാന്യം. ഈ പടത്തിലെ നായിക ശരിക്കും പറഞ്ഞാൽ സിനിമയാണ്. ആ സിനിമയ്ക്ക് പുറകെയുള്ള സിനിമയിലേക്കുള്ള ഇവരുടെ ഒരു ജേർണിയാണ്. രണ്ടുപേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ആദ്യം പറയേണ്ട കാര്യം. ഇവര് രണ്ടുപേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ധ്യാനാണെങ്കിലും നമുക്കറിയാം ധ്യാൻ എത്രത്തോളം പടങ്ങൾ സെലക്റ്റീവ് ആണെന്നും കാര്യങ്ങളും. ധ്യാൻ എല്ലാ തരവും പടവും ചെയ്ത് അത് ഓടിയാലും ഓടിയില്ലേലും പുറകെ പടം ചെയ്ത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. പ്രണവാണേലും അങ്ങനെ അധികം പടം ചെയ്യാറില്ല. വളരെ സെലക്റ്റീവ് ആയിട്ട് 2 3 പടം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവരെ രണ്ടുപേരും ലീഡായിട്ട് നിർത്തിക്കൊണ്ട് വിനീത് ആക്ച്വലി ഇങ്ങനെ ഒരു പടം ചെയ്യുന്നത് കേട്ടപ്പോൾ തന്നെ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് തന്നെ നമുക്ക് ആക്ച്വലി ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. നമുക്ക് ഒരിടത്തും ധ്യാനിനെ കാണാൻ പറ്റത്തില്ല. ധ്യാൻ എന്താണെന്ന് നമുക്കറിയാം. ആക്ച്വലി ഇപ്പൊ ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുള്ളി ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ്. പുള്ളിയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. പുള്ളിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അത് അതേ അല്ല ഈ പടം. പുള്ളിനെ കൊണ്ട് പണി എടുപ്പിച്ചിട്ടുണ്ട്. പുള്ളിനെ കൊണ്ടല്ല, രണ്ടുപേരെയും കൊണ്ടും വിനീത് നന്നായിട്ട് പണി എടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വന്നു പോകുന്നവരെല്ലാം ആക്ച്വലി ഇതിനകത്ത് നായികമാരായിട്ട് പിന്നെ കല്യാണിയുണ്ട്, നീത പിള്ളയുണ്ട്, ഷാൻ റഹ്മാൻ നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്, നിവിൻ പോളി, ബേസില്, നീരജ്, അജു വർഗീസ്. പറയുവാണെങ്കിൽ വിനീതിന്റെ പടത്തിൽ ആദ്യം തൊട്ട് ഇന്ന് വരെ ഉള്ളവരെല്ലാം ഉണ്ട് ഈ പടത്തിൽ. അവരുടെ ഒരു കൂട്ടായ്മയാണ് ശരിക്കും പറഞ്ഞ ഈ പടം. എല്ലാരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവരെ എല്ലാം കറക്റ്റായിട്ടൊക്കെ ഉള്ള ക്യാരക്ടേഴ്സിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിന്റെ അകത്ത്. ആക്ച്വലി പ്രണവ്, ധ്യാന്, നിവിൻ ഇവർ മൂന്നുപേരുടെയും ക്യാരക്ടേഴ്സിന് വേറെ ഒരു റീപ്ലേസ്മെന്റ് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇവർ മൂന്നുപേരും ഈ പടത്തിലേക്ക് മസ്റ്റ് ആയിരുന്നു. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം സെക്കൻഡ് ഹാഫിലാണ് ആക്ച്വലി നിവിൻ വരുന്നത്. നിവിൻ പോളി ചെയ്തു വെച്ചേക്കുന്ന ആ ഒരു ക്യാരക്ടർ വേറെ ആരും ചെയ്താലും അത്രയും വർക്ക് ആവത്തില്ല. അതുപോലെ നിവിൻ പോളി അഴിഞ്ഞാടിയിട്ടുണ്ട് ഈ പടത്തില്. പ്രണവ് ആക്ച്വലി ആദ്യം തുടങ്ങിയിട്ട് ആ ഫസ്റ്റ് ഹാഫിൽ പ്രണവ് ഭയങ്കര എനർജറ്റിക് ആണ്. പ്രണവിന്റെ എനർജി ഭയങ്കര രസമാണ് നമുക്ക് ആ പടത്തിൽ കണ്ടുകൊണ്ടിരിക്കാൻ. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ആക്ച്വലി ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടെ ക്ലാസ് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഒരു 70s 80s 90s ഒരു 2000 മുന്നുള്ള ടൈമാണ് ഫസ്റ്റ് ഹാഫ് കാണിക്കുന്നത്, പോർട്രേറ്റ് ചെയ്യുന്നത്. അപ്പം അത് കുറച്ചുകൂടെ ക്ലാസ് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിലോട്ടാണ് ആക്ച്വലി കുറച്ചുകൂടെ ഒരു കോമഡി എന്റർടൈനർ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഫൺ എന്റർടൈനർ എന്നുള്ള രീതിയിൽ പടം ഡ്രൈവ് ചെയ്യുന്നത് സെക്കൻഡ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫ് നമുക്ക് റീസെന്റ് ആയിട്ടുള്ള ഈ ഒരു 2024-23 കാലഘട്ടമാണ് കാണിക്കുന്നത്. ഇതൊരു 70s തൊട്ട് ഈ 2024 വരെയുള്ള ഒരു കാലഘട്ടം കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ട്രാവലാണ്. രണ്ട് സുഹൃത്തുക്കളുടെ സിനിമയിലേക്കുള്ള ഒരു ട്രാവൽ. അവര് ചെന്നൈയിലേക്ക് കയറുന്നതും അവിടെ ഓരോരോ പരിപാടികൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതും പിന്നെ അവിടുന്ന് ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പടം ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് മാറുന്നതും പിന്നെ ഇവര് തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളും അടിയും വഴക്കും എല്ലാം കാണിക്കുന്നുണ്ട് ഈ പടം. അത് വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതായത് ആ കാലം അത്രയും നമ്മളെ ആ കൂടെ തന്നെ ട്രാവൽ ചെയ്യിക്കും. ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മളും കറക്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യും. അതിന് മ്യൂസിക് പറയാതിരിക്കാൻ വയ്യ. മ്യൂസിക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള പടമാണിത്. മ്യൂസിക്കൽ ജേണിയാണ്. അത് വിനീത് ശ്രീനിവാസന്റെ പടങ്ങൾ എല്ലാം കാണുന്നവർക്ക് അറിയാം. പുള്ളി മ്യൂസിക്കിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് തന്നെയാണ്. മ്യൂസിക്കിനെ ഒരു ക്യാരക്ടറാക്കി തന്നെയാണ് പുള്ളി വെക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ ആക്ച്വലി ആ ഒരു കാലഘട്ടത്തിന്റെ മ്യൂസിക്കാണ് ഇതിന്റെ BGM സ്കോർസിലും കാര്യത്തിലും ആ ഒരു സമയത്തെ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും എല്ലാം കൂടുതൽ യൂസ് ചെയ്തുകൊണ്ട് ഈ ഹാർമോണിയം ആ ഒരു ടൈമിലെ ഇൻസ്ട്രുമെന്റ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് ആക്ച്വലി. അങ്ങനെയാണ് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടുന്ന് നേരെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഈ ട്രാക്കിൽ തന്നെ വ്യത്യാസമുണ്ട്. മ്യൂസിക്കിൽ ഭയങ്കര വ്യത്യാസം വരുത്തുന്നുണ്ട്. കാര്യം എന്താണ് കാണിക്കുന്നത് അതിനോട് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ മ്യൂസിക് പോകുന്നത്. അതിനോട് ഭയങ്കരമായിട്ട് നീതി പുലർത്തിക്കൊണ്ടാണ് ഇതിന്റെ BGM പോകുന്നത്. സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും അതുപോലെ തന്നെ വിശ്വജിത്ത് ആണ് സിനിമാറ്റോഗ്രാഫർ. ഹൃദയത്തിന്റെയും ചെയ്തിരുന്ന പുള്ളി തന്നെയാണ്. അത് ആക്ച്വലി നല്ലൊരു വർക്കായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതായത് പടത്തിനോട് ചേർന്ന് ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും കളറും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും നല്ല രസമായിട്ടാണ് ചെയ്തു പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഇത്രയും വലിയൊരു കാലഘട്ടം ഈ കാലയളവ് കാണിക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങളാണ് കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, ആർട്ട്.
ഇതെല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടാലിറ്റി നോക്കുവാണെങ്കിൽ പടം മൊത്തത്തിൽ ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്ക് വർക്കായി. എനിക്ക് ഏതൊരു വിനീത് ശ്രീനിവാസൻ പടം പോലെ തന്നെ എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് വർക്കായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട പടമാണ്. പിന്നെ ഈ കാസ്റ്റിംഗിൽ ഒരിടത്തും പറയാത്ത ഒരു സർപ്രൈസ് എലമെന്റും ഉണ്ട്. അത് കുറച്ചു പേർക്കൊക്കെ അറിയാം, എന്നാൽ അവർ അത് റിവീൽ ചെയ്തിട്ടില്ല. അതും രസമായിട്ടാണ് ഈ പടത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ പറയാനുള്ള ആക്ച്വലി ഈ പടത്തിന് ടൈലന്റ് ഉണ്ട്. വിനീത് തന്നെ ഏതോ ഇന്റർവ്യൂലൊക്കെ പറയുന്നത് കേട്ടു, പടത്തിലുള്ളവർക്ക് തന്നെ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, ആരോടും അങ്ങനെ കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു എന്ന്. അത് നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ആക്ച്വലി അത് ഓർക്കത്തില്ല. അതായത് ഇപ്പൊ ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ഥാനത്തെ തന്നെ കൊണ്ട് നിർത്തി അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ വേറൊരു എന്നാ പറയണ്ട ഒരു സെക്കൻഡ് ക്ലൈമാക്സ് എന്നുള്ള രീതിയിൽ വരുന്നത്. അത് രസമായിട്ടുണ്ട്. അത് വർക്കായി, എനിക്ക് വർക്കായി. അത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ ഈ മോഹൻലാൽ ശ്രീനിവാസൻ റെഫറൻസസ് അവർ പറഞ്ഞ കുറച്ച് ഹിറ്റായിട്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ അകത്ത് ചില സിറ്റുവേഷൻസിൽ കേട്ടിട്ടുണ്ട്. അത് ആക്ച്വലി പർപ്പസ്ഫുള്ളി കുത്തിക്കയറ്റിയ പോലെ എനിക്കും തോന്നിയില്ല. ആ ഒരു ഇമോഷനുമായിട്ട് കണക്ട് ചെയ്ത് അത് ബ്ലെൻഡ് ആയിട്ട് പോകുന്നുണ്ട്. അതും എനിക്ക് വർക്കായി ആക്ച്വലി. അങ്ങനെ ടോട്ടലി എനിക്ക് ഭയങ്കര ഹാപ്പി ആയ ഒരു പടമാണ്. ഭയങ്കര ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്